Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് ഗെനൂസ് എന്താണെന്ന് നോക്കാം. ജെൻഡർ. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ മാസ്കുലിൻ മാത്രമേ ഫുള്ളി കവർ ചെയ്യുന്നുള്ളൂ, കാരണം വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ടാണ്. അടുത്ത ബാക്കി പാർട്ട് ബൈ പാർട്ടായിട്ട് ഫെമിനിനും നോയ്ട്രാലും ഇടാം കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ആദ്യം ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് വീഡിയോൻ്റെ മിഡിലാവുമ്പോൾ ഞാൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാസ്കുലിൻ നൗൺസ് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ പറയട്ടെ ആദ്യം. ഇപ്പം ഇൻ ജർമ്മൻ the terms genus refers to the grammatical gender of nouns. Every noun in German is assigned one of the three genders: masculine, feminine, or neuter. These genders affect the articles, pronouns, and adjective endings used with the noun. അപ്പം നമുക്കറിയുന്ന കാര്യമാണ്, ഓരോ നൗണിനും ഒരു ആർട്ടിക്കിൾ ഉണ്ട്, മാസ്കുലിൻ, ഫെമിനിൻ അല്ലെങ്കിൽ നോയ്റ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ്? നമുക്ക് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ലാതെ ജർമ്മൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പം എവിടെയൊക്കെയാണ് വരിക? നൗണിന് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഡെയർ ഡി ഡസ്, നമ്മൾ മുമ്പ് പഠിച്ച സാധനങ്ങൾ ഡെയർ ഡി ഡസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അയിനാണോ അയിനെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇനി ദ ഫോം ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊനൗൺസ് ദാറ്റ് റെഫർ ടു ദ നൗൺ. ഒരു നൗണിന് റിലേറ്റ് ചെയ്ത് വരുന്ന അഡ്ജക്റ്റീവിനെയും പ്രൊനൗണിനെയും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ അറിയണം. ഇനി അഗ്രിമെൻറ്റ് ഇൻ സെൻറ്റൻസസ്. ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡെയർ ഹുണ്ട് ഇസ് ഗ്രോസ്, ദ ഡോഗ് ഇസ് ബിഗ് വേഴ്സസ് ദി കാറ്റ്സ് ഇസ് ഗ്രോസ്, ദ കാറ്റ് ഇസ് ബിഗ്. അല്ലേ, ഒരു കാറ്റ് വലുതാണ്, ഒരു ഡോഗ് വലുതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്കൂ, ഡെയർ ഹുണ്ടാണ്, ഇവിടെ ഡി കാറ്റ്സയാണ്. അപ്പം ഡെയർ ഹുണ്ടും ഡി കാറ്റ്സയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഫെമിനിനും, ഇത് ഡെയർ ഹുണ്ട് മാസ്കുലിനാണ്. ഡി കാറ്റ്സ എന്ന് പറയുമ്പോൾ അത് ഫെമിനിനാണ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് തെറ്റാണ്. ഡി ഹുണ്ട് ഇസ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫോൾസ് ആണ്, സെൻറ്റൻസ് തെറ്റിപ്പോയി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് മാസ്കുലിനും ഫെമിനിനും നോയ്ട്രാലും എങ്ങനെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി ഞാൻ മാസ്കുലീൻ ആയിട്ടുള്ള നൗൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് ജനറൽ റൂൾസ് പറഞ്ഞുതരാം. ഈ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90% ഓഫ് ദ നൗൺസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം അറിയണ കേസാണ് മെയിലായിട്ടുള്ള ആൾക്കാരെല്ലാം. ഡെയർമാൻ, ഡെയർ ഫാറ്റർ, ഡെ ക്യൂനിക്. അപ്പം ക്യൂനിക് എന്ന് വെച്ചാൽ കിങ് ആണ്. അപ്പം ആണുങ്ങളായിട്ടുള്ള എല്ലാ ആൾക്കാരും എന്താണ്? ഡെയർ ആയിരിക്കും, ഡെയർമാൻ. നമുക്ക് അറിയണ കാര്യമാണ്. ഇനി അടുത്തത് ഡേയ്സ്. ഡേയ്സ് എന്ന് പറയുമ്പം ആഴ്ചയിലെ 7 ദിവസവും മൺഡേ തൊട്ട് സൺഡേ വരെ, ഡെയർ മോൺടാഗ്, ഡെയർ ഡീൻസ്റ്റാഗ്, ഡെയർ മെറ്റോ എല്ലാതും എന്താണ്? ഡെയർ ആണ്. ഓക്കെ, ഇനി മന്ത്സ് ജാനുവരി തൊട്ട് ഡിസംബർ വരെ, ഡെയർ യാനുവർ, ഡെയർ ഫെബ്രുവർ, അങ്ങനെ ഡിസംബർ വരെ എല്ലാം എന്താണ്? മാസ്കുലീനാണ്. ഇനി സീസൺസ്. സീസൺസ് എന്ന് പറയുമ്പോൾ എല്ലാ സീസൺസും, ഡെയർ സോമർ, ഡെയർ ഹെർബ്സ്റ്റ്, എല്ലാ സീസൺസും 4 സീസൺസും എന്താണ്? മാസ്കുലീനാണ്. നെക്സ്റ്റ് കാർഡിനൽ ഡയറക്ഷൻസ്. ഇപ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എല്ലാം ഡെയർ ആണ്, മാസ്കുലീനാണ്. ഡെ നോർഡൻ, ഡെ വെസ്റ്റൻ, ഡെ സൂഡൻ, ഡെ ഓസ്റ്റൻ. ഇനി അടുത്തത് കാർ ബ്രാൻഡ്സ്. കാർ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ കാറിൻ്റെ എല്ലാ ബ്രാൻഡ്സും, ഡെ BMW, ഡെ ഫോക്സ് വാഗൺ എല്ലാം എന്താണ്? മാസ്കുലീനാണ്. പക്ഷേ ഇതേ കാർ ബ്രാൻഡ്സ് ഈ BMWയുടെ ഒരു ബൈക്കായിരുന്നെങ്കിൽ അത് ആ ബ്രാൻഡ് DBMW എന്നേ പറയുള്ളൂ കേട്ടോ. അതെന്താണെന്ന് ചോദിക്കരുത്, അത് അങ്ങനെയാണ്. ഇനി ആൽക്കഹോളിക് ബെവറേജസ്, ഡെയർ വൈൻ, ഡെയർ വോഡ്ക. ഇപ്പം ആൽക്കഹോളിക് ബെവറേജസ് എല്ലാം എന്താണ്? ഡെയർ ആണ്. മെനി വെദർ ഫിനോമിനൻസ്, ഡെയർ റേഗൻ, ഡെയർ സ്നീ, സ്നോ, മഴ എല്ലാം ഡെയർ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ കാർ ബ്രാൻഡ്സും ഡെയർ ആണ്, മാസ്കുലീനാന്ന് പറഞ്ഞു. പക്ഷേ കാർ എന്താണ്? ഔട്ടോ, ദസ് ഔട്ടോ ആണ്, അത് മറക്കരുതേ. ഇനി ആൽക്കഹോളിക് ബെവറേജസ്, ആൽക്കഹോളുള്ള മിക്ക ബെവറേജും ഡെയർ ആണ്. പക്ഷേ അതിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്, ദസ് ബിയർ ആണ്. ഡെയർ വോഡ്ക, ഡെയർ വൈൻ, പക്ഷേ ദസ് ബിയർ. ഇനി വേറൊരു എക്സെപ്ഷൻ എന്താണ്? നമ്മൾ വെതറിൻ്റെ ഫിനോമിനൻ പറഞ്ഞു, ഡെയർ റേഗനാണ്, മഴ ഡെയർ ആണ്. ഡെയർ സ്നേ ആണ്, അപ്പം സ്നോവും ഡെയർ ആണ്. പക്ഷേ ദസ് ഗെവറ്ററും ഡി സൊണ്ണയുമാണ്. ഓക്കെ,
ദസ് ഗെവിറ്റർ, ഗെവിറ്റർ എന്ന് വെച്ചാൽ തണ്ടർ എന്നാണ്, ഇടിമഴയും. അപ്പം ദസ് ഗെവിറ്റർ ഡി സോണ്. എക്സെപ്ഷൻസ് പഠിച്ചല്ലോ. അപ്പം ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഡെയർ മാസ്കുലീനിൽ വരുന്നത്, ഏതൊക്കെ നോമൻസ് ആണ് മാസ്കുലീൻ ഡെയർ ആർട്ടിക്കിൾ വെച്ച് വരുന്നതെന്ന് അറിയാലോ. ആണുങ്ങളായിട്ടുള്ള എല്ലാം ഡേയ്സ്, മന്ത്സ്, സീസൺസ്, ഡയറക്ഷൻസ്, കാർ ബ്രാൻഡ്സ് ആൻഡ് ആൽക്കഹോളിക് ബെവറേജസ്. ഇതാണ് മെയിനായിട്ട് മാസ്കുലീനിൽ വരുന്നത്. ഇത് കൂടാതെ കുറച്ചുകൂടെ സെറ്റ് ഓഫ് നോമൻസ് ഉണ്ട് ഡെയർ അല്ലെങ്കിൽ മാസ്കുലീൻ ആവുന്നത്. LING അവസാനിക്കുന്നത്, ലിങ്ങിൽ അവസാനിക്കുന്നതാണ്. അപ്പം വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ലിങ്, എക്സാമ്പിൾ ഡെയർ ഷ്മെറ്റലിംഗ്. ഷ്മെറ്റലിംഗ് എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ, ഡെയർ ഷ്മെറ്റലിംഗ്. ഇനി ആൻഡിൽ അവസാനിക്കുന്നത് വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ആൻഡ്, ഡെയർ എലഫാൻറ്റ്, അതും ഡെയർ ആണ്. ഇനി വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് അസ്, ഡെയർ സിർക്കോസ്, അതും ഡെയർ സിർക്കോസ്, അത് മാസ്കുലീനാണ്. ഇനി ഇഷിലോ ഇഗ്ഗിലോ അവസാനിക്കുന്ന വാക്കുകൾ, വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ഇഷ് ഓർ ഇഗ്, എക്സാമ്പിൾ ഡെയർ ടെപ്പിഷ്, ഡെയർ ഹോണിഗ്. ഡെയർ ടെപ്പിഷ് എന്ന് വെച്ചാൽ മാറ്റ്, നമ്മൾ താഴ്ത്തിടുന്ന ചവിട്ടി. ഡെയർ ഹോണിഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഹണി, ഓക്കെ, തേൻ. അപ്പം വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ഇഷ് അല്ലെങ്കിൽ ഇഗ്. നൗൺസ് ഫ്രം വേർബ്സ് എൻഡിങ് വിത്ത് EN. ഈ ഒരു സംഭവം എന്താണ്, നൗണുകൾ ഫോം ചെയ്യുമ്പോൾ നമ്മളൊരു വേർബിനകത്തു നിന്നാണ് ആ നൗൺ ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആ വേർബ് EN വെച്ചായിരുന്നു അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഡെയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഉറക്കം, ഓക്കെ, ഉറങ്ങുക എന്നുള്ളത് ഷ്ലാഫനാണ് വേർബ് അല്ലേ, അത് EN വെച്ചാണ് അവസാനിക്കുന്നത്. അപ്പം ഈ EN വെച്ച് അവസാനിക്കുന്ന വേർബ് നിന്നുണ്ടായ നോമനാണ് ഷ്ലാഫ്, ഉറക്കം. ഉറങ്ങുക, ഉറക്കം. ഷ്ലാഫൻ, ഡെയർ ഷ്ലാഫ്. അപ്പം ഡെയർ ഷ്ലാഫാണ്. കാരണം എന്താണ്, ഇത് EN വെച്ച് അവസാനിക്കുന്ന വേർബിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നോമനാണ്, നൗണാണ് ഷ്ലാഫ്. അതുകൊണ്ടാണ് ഇത് ഡെയർ ഷ്ലാഫ് ആയത്. ഇനി അടുത്തൊരു നോമൻ അതുപോലെ നോക്കാം, സിറ്റ്സ്. സിറ്റ്സ് എന്ന് വെച്ചാൽ ഇരിക്കുക എന്നാണ് അർത്ഥം അല്ലേ. സിറ്റ്സ് എന്ന് വെച്ചാൽ ഇരിക്കുക. അപ്പം ഈ സിറ്റ്സിനിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഡെയർ സിറ്റ്സ് എന്ന് പറഞ്ഞ നോമൻ. അപ്പം സിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സീറ്റ് എന്നാണ് അർത്ഥം കേട്ടോ. ഇപ്പം ഈ ട്രെയിനിൽ ഒരു സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സിറ്റ്സ് നമ്മൾ പറയും ഡെയർ സിറ്റ്സ്. എന്തെങ്കിലും ഒരു ചെയറിനെ പറ്റി, ചെയറല്ല, ഒരു ഇരിക്കുന്ന സ്ഥലം എന്നാണ് സിറ്റ്സിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ സിറ്റ്സൻ ഇരിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതായതുകൊണ്ട് അതും EN എൻഡിങ് ആയ വേർബ് ആയതുകൊണ്ട് ഇത് ഡെയർ സിറ്റ്സായി. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെയർ വെച്ച് ആർട്ടിക്കിൾ വരുന്ന നോമൻസ് തെറ്റില്ല. 90% യു ആർ സേഫ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ D എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ആയിട്ട് വരാം. അത് വരത്തേക്കും ചൂസ്.